പണ്ടുപോലെ പറയുന്നല്ലേ നമുക്ക് വാദം കൂടി, നടുവേദന കൂടി, കഴുത്ത് ഉളുക്കി വേദന കൂടി, അല്ലെങ്കിൽ കാലുമുട്ടിന് വേദനയുണ്ട്, ഇങ്ങനെ പറയുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് വാതജ അഗ്രവേഷൻ കാരണം. സോ അതിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യത്തെയും ശരീരത്തെയും മനസ്സിനെയും, ശരീരത്തിനെ മാത്രമല്ല കേട്ടോ, ശരീരത്തിനെയും മനസ്സിനെയും ഒരു ശക്തിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന ഒരു പ്രതിരോധ ട്രീറ്റ്മെന്റ് ആണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡൈജസ്റ്റീവ് ഫയറിനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വളരെ ലൈറ്റായിട്ടുള്ള സൂപ്പുകളും സലാഡ്സുകളായാലും ഒക്കെ നൽകിയിട്ടാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ആ ഇമ്മ്യൂണിറ്റിയെ തിരിച്ചു പിടിക്കുന്നതും അതിന് നമ്മുടെ ശരീരത്തിനെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള കഴിവുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർക്കിടക കഞ്ഞി പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നതും കൊടുത്തു വരുന്നതും. ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസരിച്ചാണ് ചികിത്സകളും മാറുന്നത്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകളുമാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത്. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ചികിത്സാ രീതികളാണ് കർക്കിടക ചികിത്സ പറയുന്നത്. അതിന് പൂർവ്വകർമ്മം, പ്രധാനകർമ്മം, പശ്ചാത്തകർമ്മം 3 ഘട്ടങ്ങളായിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ വിഭജിക്കാം. ഇപ്പോൾ ഒരു ഗസ്റ്റ് നമ്മളെടുത്ത് വരുവാണ്, അയാൾക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, അയാൾക്ക് നമുക്ക് ഒരു റെജുവിനേഷൻ വെൽനസ്, അയാളുടെ വെൽനസ്സിലേക്ക് മാറ്റാം. മാംസാഹാരം കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിന് കുക്ക് ചെയ്യുന്ന മെത്തേഡിലും സൂപ്പുകളുടെ രൂപത്തിലും ഒക്കെ നമുക്ക് കഴിക്കാം. നമ്മുടെ ചികിത്സാ രീതികൾ എപ്പോഴും 3 തലങ്ങളായിട്ടാണ് നമ്മൾ വിഭജിക്കേണ്ടത്. ഒരു രോഗമില്ലാത്ത ഒരാളെ റെജുവിനേറ്റ് ചെയ്യപ്പെടുകയും ഒരു അസുഖമായിട്ട് വരുന്ന ഒരാളെ അത് ക്യൂർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കെയർ ചെയ്യാനുള്ള കാര്യങ്ങളും, അത് അസുഖം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പിടിപെട്ടു അത് മാനേജ് ചെയ്യാനായിട്ടുമാണ് അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ആ അസുഖങ്ങളെ. സോ ആ കണ്ടീഷൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോഗ്രാം. നമസ്കാരം, ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. കർക്കിടക മാസം ആരംഭിക്കാറായി. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചും ഭക്ഷണ രീതിയെക്കുറിച്ചുമാണ്. നമ്മളോടൊപ്പം ഉള്ളത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാഹുൽ ഉണ്ണിത്താനാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ ഇനി കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ കർക്കിടകം ആരംഭിക്കാൻ. അപ്പൊ നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ പറയുന്നേക്കാം കർക്കിടകം വരാൻ പോവാ, കുറച്ചും കൂടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണമെന്ന്. അപ്പോൾ എന്താണ് കർക്കിടക മാസത്തിന് ഇത്ര പ്രാധാന്യമുള്ളത്? നമ്മൾ മലയാളികൾ എന്തുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കർക്കിടകം നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും അറിയാൻ തന്നെ അതൊരു എല്ലാവരും പണ്ട് മുതലേ പറഞ്ഞു കൊടുക്കുന്ന കാലമാണ്. ഒരു കാലം അല്ലെങ്കിൽ പഞ്ഞമാസം അല്ലെ, ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുന്ന കാലം എന്നൊക്കെയാണ് ഈ കർക്കിടകത്തെ പറയുന്നത്. പക്ഷേ കർക്കിടകത്തിൽ അത് മഴ വരുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥകളിലേക്ക് വരുന്നത്. നമ്മൾ ആലോചിക്കണം, വേനൽക്കാലം മാറി ചൂട് കാലം മാറിയിട്ട് മഴക്കാലത്തിലേക്ക് വരും. നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാലമാണ് മഴക്കാലമെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളും കാരണമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ നേരത്തെ തന്നെ ഒരു ആയുർവേദ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പുരാതന രീതി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉത്തരായന കാലത്തിൽ നിന്നും ദക്ഷിണായന കാലം. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഉത്തരായന കാലത്തിൽ നിന്ന് ദക്ഷിണായന കാലത്തിലേക്കുള്ള ഒരു മാറ്റം, അത് ആ ഋതുക്കളുടെ മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതേ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടും അല്ലേ. വേനൽക്കാലം മാറി വർഷത്തിലേക്ക് വരുമ്പം ചെടികളൊക്കെ ഒന്നും കൂടെ ഇലയിട്ട് നല്ലോണം തളിർത്ത് വളരുന്ന പോലെ നമ്മുടെ ശരീരത്തേക്കും അബ്സോർപ്ഷൻ ലെവൽ കൂടുതലായിരിക്കും ഓരോ കണ്ടീഷൻസിന്റെ അസുഖങ്ങളുടെ എല്ലാം. അപ്പോൾ നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. നോർമലി നമുക്കറിയാം മഴക്കാലം വരുമ്പോൾ നമുക്ക് വിശപ്പൊക്കെ തോന്നുമെങ്കിൽ നമ്മൾ കഴിക്കണമെന്ന് ചെന്നിരിക്കുമ്പോൾ നമുക്ക് അത്രമാത്രം കഴിക്കാൻ തോന്നിട്ടില്ല, മനസ്സിലായോ? ദഹനശക്തി കുറവായിരിക്കും. ആ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ദഹനശക്തി കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ, ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് എല്ലാം നമുക്കുണ്ടാകും. ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ, നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ മതി, പലതരത്തിലുള്ള പനികൾ, പലതരത്തിലുള്ള അപ്പർ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലം. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ഉണ്ടാകുന്നത് ഈ വാതസഞ്ചയം കഴിഞ്ഞ് പ്രകോപമാകുന്നൊരു കാലമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അത് വാതദോഷത്തിൻ്റെ അഗ്രിവേഷൻ ഉണ്ടാകുന്ന കാലം, പ്രതിദോഷങ്ങളിൽ അഗ്രിവേഷൻ ഉണ്ടാകുന്ന കാലമാണ് ഈ കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ വാത സംബന്ധമായി നമ്മൾ പറയും, പണ്ടുപോലെ പറയുന്നല്ലേ നമുക്ക് വാദം കൂടി, നടുവേദന കൂടി, കഴുത്ത് ഉളുക്കി വേദന കൂടി, അല്ലെങ്കിൽ കാലുമുട്ടിന് വേദനയുണ്ട്, ഇങ്ങനെ പറയുന്നൊരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് വാതജ അഗ്രവേഷൻ കാരണം. സോ അതിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു പ്രതിരോധ ശേഷി നിലനിർത്തുക, ആരോഗ്യം വീണ്ടെടുക്കുക, കുറച്ച് നാളത്തേക്ക് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും ശരീരത്തെയും
മനസ്സിനെയും, ശരീരത്തിനെ മാത്രമല്ല കേട്ടോ, ശരീരത്തിനെയും മനസ്സിനെയും ഒരു ശക്തിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന ഒരു പ്രതിരോധ ട്രീറ്റ്മെന്റ് ആണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. ഓരോ രോഗിയുടെയും അല്ലെങ്കിൽ ഓരോ ഗസ്റ്റിന്റെയും കണ്ടീഷൻ, ഇപ്പം നമുക്ക് തോന്നുന്ന അങ്ങേക്ക് തോന്നുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല വേറൊരു ആൾക്ക്. ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസരിച്ചാണ് ചികിത്സകളും മാറുന്നത്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകളുമാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത്. അവരുടെ രോഗാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് അവർക്ക് നൽകേണ്ടത്. ഇപ്പം നമ്മൾ ദഹനത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കർക്കിടക മാസം നമ്മൾ എങ്ങനെയാ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? കർക്കിടകത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളിപ്പം ആഹാര രീതിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കട്ടിയുള്ള ആഹാരങ്ങൾ, വളരെ ലളിതവും ചൂടുള്ള ആഹാരങ്ങൾ. നമ്മൾ തണുപ്പാണ് അല്ലെ, മഴക്കാലമാണ്. അപ്പോൾ നമ്മൾ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു, ആ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളൊരു കട്ടിയായിട്ടുള്ള ആഹാരം, നമ്മൾ കുറേ ഹെവി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യില്ല. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമുക്ക് ലളിതമായതും ചൂടുള്ളതും ഈസിലി ഡൈജസ്റ്റബിൾ നമുക്ക് സൂപ്പുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് സൂപ്പുകൾ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ തന്നെ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യം നിലനിർത്തണമെങ്കിൽ, ഒരു പനി വരുന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡൈജസ്റ്റീവ് ഫയറിനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വളരെ ലൈറ്റായിട്ടുള്ള സൂപ്പുകളും സലാഡ്സുകളായാലും ഒക്കെ നൽകിയിട്ടാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ആ ഇമ്മ്യൂണിറ്റിയെ തിരിച്ചു പിടിക്കുന്നതും അതിന് നമ്മുടെ ശരീരത്തിനെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള കഴിവുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർക്കിടക കഞ്ഞി പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നതും കൊടുത്തു വരുന്നതും. ഡോക്ടർ, അപ്പോൾ ഈ മാംസാഹാരം കഴിക്കാൻ പാടില്ലേ കംപ്ലീറ്റ് ആയിട്ട്? മാംസാഹാരം കഴിക്കാം, മാംസാഹാരം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിന് കുക്ക് ചെയ്യുന്ന മെത്തേഡിലും സൂപ്പുകളുടെ രൂപത്തിലും ഒക്കെ നമുക്ക് കഴിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചെറിയ മത്സ്യങ്ങളൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒന്നാമത് അറിയാം, ജൂൺ ജൂലൈ മാസം ഒന്ന് ട്രോളിംഗ് ടൈം കൂടിയാണ്. അതായത് കടലുകളിൽ പോകാൻ സമ്മതിക്കത്തില്ല, അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം അതുപോലെ അത് നമുക്ക് ഡൈജസ്റ്റ് ആകാനും ചാൻസ് കുറവാണ് ആ ഒരു കട്ടിയുള്ള മീൻ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടറായി കിട്ടുന്ന നല്ല മത്സ്യങ്ങൾ അങ്ങനത്തൊക്കെ നമുക്ക് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതിനകത്തും, അല്ലാതെ അതുപോലെ തന്നെ മാംസങ്ങൾ തന്നെ അത് സൂപ്പുകളുടെ രൂപത്തിൽ കഴിക്കുന്നതൊക്കെ ശരീരത്തിന് കുറച്ചും കൂടെ ബലത്തെ നൽകുന്നതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഒരു പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനായിട്ട് ഒരു കുട്ടിയുടെ ശരീരം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ആ കുഞ്ഞിന് നമ്മൾ ആദ്യമേ കട്ടിയുള്ള ഫുഡ് കൊടുക്കും? ഇല്ല, നമ്മൾ ലിക്വിഡ് ഫുഡ്, സെമി സോളിഡ് ഫുഡ്, സോളിഡ് ഫുഡ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ഒരു കുട്ടീനെ വളർച്ചയിൽ നമ്മൾ അല്ലേ ആ കുട്ടിയെ വളർച്ച എങ്ങനെ. അത് കാരണം വെച്ചാൽ ആ കുട്ടിയുടെ അപ്പറ്റൈറ്റ് സ്ട്രെങ്തൻ ആവുന്നതിനനുസരിച്ച് നമ്മൾ ഫുഡിന്റെ അളവ്, ആ ക്വാണ്ടിറ്റിയും രൂപവും മാറ്റി അല്ലേ. അത് ആ കുട്ടിയുടെ ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ അങ്ങനെ ചെയ്തത്. അത് നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ദഹനശക്തി അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. സോ സിമ്പിളാണ്. അത് ലിക്വിഡായിട്ട് എടുക്കുക, പിന്നെ സെമി സോളിഡായിട്ട് എടുക്കുക, സോളിഡായിട്ട് എടുക്കുക. അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഇമ്പ്രൂവ് ആവും. അതിനനുസരിച്ച് നമ്മുടെ പ്രതിരോധ ശേഷി നല്ല രീതിയിൽ വർദ്ധിക്കും. ഇപ്പൊ ഇത് ഭക്ഷണകാര്യം പറഞ്ഞപ്പോഴാ ഈ മുരിങ്ങയില എല്ലാരും പറയും ഭയങ്കര ഹെൽത്തി ആണ്. അപ്പം പക്ഷേ കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഈ ഇലക്കറികൾ ഈ കർക്കിടക മാസം അല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലേ? കർക്കിടക മാസത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മഴ കൂടുമ്പോൾ നമുക്കറിയാം വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അപ്പം ഇലകളിനകത്ത് ആ കണ്ടന്റിനെക്കാട്ടി കൂടുതലും വെള്ളത്തിന്റെ അളവ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിൽ ദഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. ചില ഇലക്കറികളിൽ ദഹനത്തിനുള്ള സമയം കുറച്ചുകൂടെ ടൈം കൂടുതലുണ്ട്, എടുക്കേണ്ട ടൈമാണ്. അപ്പോൾ ഓൾറെഡി ദഹന ശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് നമ്മളിത് പറഞ്ഞു. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടി അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് കൂടിയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അത് ദഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇലക്കറികൾ മാക്സിമം ഒന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാം റീൽസിന്റെ കാലമാണല്ലോ. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലൊരു സാധനം പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു കണ്ടന്റ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇടും. അപ്പൊ ഇപ്പൊ കർക്കിടക മാസം വരുമ്പോൾ മഴയാണ്. അപ്പൊ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ചിലപ്പോൾ ഇഞ്ചി ഇട്ട് വെള്ളം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഏലക്ക ഇട്ട് വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും ഡോക്ടർ ഒരു ആയുർവേദം അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ കർക്കിടകത്തിനെ ഹെൽത്തി ആക്കാനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും ദിനചര്യ ഫോളോ ചെയ്യുക. ദിനചര്യ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു നിഷ്ഠയായിട്ട് നമ്മൾ എണീക്കണം, അത് കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം, ആഹാര രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇത് നിഷ്ഠയായിട്ട് ചെയ്യണം. ഏത് ഋതുവിലും, ഏത് കർക്കിടക മാസം മാത്രമല്ല, എല്ലാ മാസങ്ങളും നമ്മൾ അനുഷ്ഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. എന്നാൽ കർക്കിടകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഹാര രീതി. അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ആഹാരത്തിനാണ്. ആഹാരത്തിനകത്ത് നമ്മൾ
ഉപ്പ്, എരിവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പുളി അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. അത് ആഹാര രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കും. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ചൂടായിട്ടുള്ളതും വെറും ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പുകളും സലാഡ്സുകളും ഒക്കെ നമ്മൾ കഴിക്കുക. അത് കർക്കിടക കഞ്ഞിയുടെ കാര്യം, നമ്മൾ കർക്കിടക കഞ്ഞിക്കകത്ത് തന്നെ എൻ്റെ എല്ലാ സൊല്യൂഷനും ഉണ്ട്. കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. കർക്കിടക കഞ്ഞിയിൽ പ്രധാനമായിട്ടും ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞവരി അരിയും അല്ലെങ്കിൽ പുഴുക്കൽ അരിയാണ് പറയുന്നത്. അത് തവിട് കളയാത്ത അരി, പിന്നെ ഞവരേരി, ഇത് രണ്ടുമാണ് പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ്. അതുപോലെ ഇനി ഇൻഗ്രീഡിയൻസ് ആയിട്ട് സ്പൈസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാ? കുരുമുളക്, ചുക്ക്, മനസ്സിലായോ, അങ്ങനെയുള്ള ജീരകം, കരിഞ്ജീരകം എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് സ്പൈസസ് ആയിട്ട് പറയുന്നത്. അതിന് അഡീഷണൽ ആയിട്ട് നമ്മുടെ ഈ വാതദോഷത്തെ കുറയ്ക്കണമല്ലോ. നമ്മൾ പറഞ്ഞ അവിടെ വാതദോഷത്തിന്റെ അഗ്രവേഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതിന് ഈ ആശാളി, ഉലുവ പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ മഞ്ഞൾ എന്നിവ കാര്യങ്ങൾ ഒരു ഇൻഫ്ലമേറ്ററി റിഡക്ഷൻ ആയിട്ടും ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ ദശപുഷ്പങ്ങളിനകത്തുള്ള ചെടികൾ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് അതിനെ കഞ്ഞി പ്രിപ്പയർ ചെയ്യാം. അതിനകത്തോട്ട് നമുക്ക് സുഗന്ധദ്രവ്യങ്ങളായ പട്ടയോ ഗ്രാമ്പോ അങ്ങനെയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് പിന്നെ ഓരോ പ്രകൃതി അനുസരിച്ചുമാണ് നമ്മളത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയായിട്ട് അതിനകത്ത് പനങ്കൽക്കണ്ട് ആഡ് ചെയ്യാനോ ശർക്കര ആഡ് ചെയ്യാനോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് നിർമ്മിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരാൾക്ക് ഡയബറ്റിക് ഉള്ളൊരു പേഴ്സൺ, നമുക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ പനങ്കൽക്കണ്ട് ചേർത്തിട്ട്? അപ്പം നമുക്ക് അവിടെ പ്രിപ്പറേഷനകത്ത് മെത്തേഡിനകത്ത് കറക്ഷൻ വരുത്തണം. മധുരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഒഴിവാക്കേണ്ടി വരും. ഒരു അമിത വണ്ണമുള്ള അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ബോഡി വെയിറ്റ് ഹെവി ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് അമിതമായിട്ട് തേങ്ങാപ്പാൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ അവിടെ നിന്ന് മാറ്റി നോർമൽ കഞ്ഞിയുടെ രൂപത്തിൽ അവർ കൊടുക്കാൻ പറയും. ഡോക്ടർ, അപ്പോൾ ഇതിന്റെ ഗുണം പോത്തില്ലേ? ഇല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മരുന്നുകളും ആ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. നമുക്കൊരു ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് നമ്മൾക്ക് ശർക്കരയോ അല്ലെങ്കിൽ മധുരം വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു പ്രിപ്പറേഷനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പ്രിപ്പയർ ചെയ്താലും അതിനകത്തുള്ള ഗുണം കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഈ പഞ്ചസാരയാണ് ഷുഗർ ഉണ്ടാക്കുന്നത്, ശർക്കര കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന്, അതിലപ്പോൾ എന്തെങ്കിലും? അതിനകത്ത് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഗ്ലൂക്കോസ് കണ്ടന്റും ഫ്രക്ടോസ് കണ്ടന്റും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഒരു ഷുഗർ രോഗിയായിട്ടുള്ള ഒരാൾ അതിൻ്റെ മാക്സിമം കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ഇൻടേക്ക് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ അത് ഫ്രൂട്ട്സിനകത്തുനിന്ന് മറ്റുള്ള കിട്ടുന്ന ഒരു ഷുഗർ ലെവലാണെങ്കിൽ പിന്നെ അത് എങ്ങനെയെങ്കിലും ഡൈജസ്റ്റ് ചെയ്ത് മാറും. പക്ഷെ അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ തണുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ വൈകുന്നേരം ചായക്കൊക്കെ പകരം ഈ കരിപ്പൊട്ടിയൊക്കെ ഇട്ട് കുടിക്കും. അപ്പോൾ അതെങ്ങനെയാ ഈ ഷുഗർ പേഷ്യൻസിലാണ്? അത് നമ്മൾ ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കരിപ്പെട്ടി മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ഞാൻ അത് ഇപ്പൊ പറയില്ല, പ്രിഫറബിൾ ആക്കില്ല. കാരണം അത് എത്രമാത്രം ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്ക് തന്നെ അത് ഒരിക്കലും പറയാൻ പറ്റില്ല. മാക്സിമം വിത്തൗട്ട് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പനങ്കൽക്കണ്ടം, കരിപ്പെട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് മൂലം പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റി അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് എഴുതി അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം അത് ഷുഗർ ലെവൽ തന്നെ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. അത് പ്രത്യേകമാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കഴിച്ചാൽ ഷുഗർ ഉണ്ടാവില്ല, കൂട്ടത്തില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും വാദിക്കാൻ നമുക്ക് പറ്റില്ല. ഇനി നമുക്ക് കർക്കിടക ചികിത്സയിലോട്ട് വരാം. അതായത് നമ്മൾ എല്ലാ മാസവും ഇപ്പം ജോലിയൊക്കെ ചെയ്ത് സ്ട്രെസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോയി ഒന്ന് സുഖ ചികിത്സ അല്ലെങ്കിൽ ഒരു ചികിത്സ എടുക്കാമെന്ന് പറയും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് കർക്കിടക മാസത്തിൽ വരുന്നത്? കർക്കിടക ചികിത്സയ്ക്ക് പ്രത്യേക ചികിത്സാ രീതികളൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് കർക്കിടക ചികിത്സയിൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ചികിത്സാ രീതികളാണ് കർക്കിടക ചികിത്സ പറയുന്നത്. അതിന് പൂർവ്വകർമ്മം, പ്രധാനകർമ്മം, പശ്ചാത്തകർമ്മം 3 ഘട്ടങ്ങളായിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ വിഭജിക്കാം. ഇപ്പോൾ ഒരു ഗസ്റ്റ് നമ്മളെടുത്ത് വരുവാണ്, അയാൾക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, അയാൾക്ക് നമുക്ക് ഒരു റെജുവിനേഷൻ വെൽനസ്, അയാളെ വെൽനസ്സിലേക്ക് മാറ്റാം. അയാളെ നമുക്കൊരു കണ്ടീഷൻ ഇല്ലാത്ത ഒരു രോഗിയെ വെൽനസ് റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. നമ്മുടെ ചികിത്സാ രീതികൾ എപ്പോഴും 3 തലങ്ങളായിട്ടാണ് നമ്മൾ വിഭജിക്കേണ്ടത്. ഒരു രോഗമില്ലാത്ത ഒരാളെ റെജുവിനേറ്റ് ചെയ്യപ്പെടുകയും ഒരു അസുഖമായിട്ട് വരുന്ന ഒരാളെ അത് ക്യൂർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കെയർ ചെയ്യാനുള്ള കാര്യങ്ങളും, അത് അസുഖം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പിടിപെട്ടു അതിനെ അത് മാനേജ് ചെയ്യാനായിട്ടുമാണ് അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ആ അസുഖങ്ങളെ. സോ ആ കണ്ടീഷൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോഗ്രാം.
ഇപ്പോൾ ഒരു നമ്മളിലേക്ക് വരുന്ന ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് പറയുന്നു, എനിക്ക് ഡോക്ടറെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എനിക്ക് ഉറക്കം ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊരു വെൽനസ് റിജുവിനേഷൻ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർ ഉറക്കം കുറച്ച് കറക്റ്റ് ആവും. അവരുടെ റൊട്ടീൻ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു ആളായാൽ പോലും നമ്മുടെ റൊട്ടീനിൽ കൃത്യത പാലിക്കണം. രാവിലെ എണീക്കുന്ന സമയം ഇപ്പം കർക്കിടകമല്ല, വേറൊരു കാലത്തിലായാൽ പോലും രാവിലെ കൃത്യമായിട്ട് എണീക്കണം. കൃത്യമായിട്ടുള്ളൊരു ആഹാര രീതി ഉണ്ടാവണം, ഒരു ഭക്ഷണ രീതി ഉണ്ടാവണം, അത് കൃത്യമായിരിക്കണം. അതുപോലെ യോഗ, മെഡിറ്റേഷൻസ്, നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം കാലഘട്ടം കൂടിയാണത്. പണ്ട് നമ്മളൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ സപ്പോർട്ട് എടുക്കാം. ഇപ്പൊ നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ അതൊരു എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എങ്ങനെ ഷെയർ ചെയ്യേണ്ടതെന്ന് പലപ്പോഴും. സോ ഇതിനൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് ഈ കർക്കിടക ചികിത്സയും ആ മാനസികാരോഗ്യം കൂടെ മെച്ചപ്പെടുത്തി നമ്മുടെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് ഒരു പുതിയ തലത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടക മാസത്തെ ചികിത്സ എന്ന് പറയുന്നത്. ഈ ചികിത്സയുടെ കാര്യം ചോദിക്കാം. ഇപ്പൊ കർക്കിടക ചികിത്സ അല്ല, കർക്കിടകം നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഈ അല്ലാതെ നമുക്കൊരു ചികിത്സ എടുക്കണം, ഒരു 1 day ഫുൾ ഒരു റിജുവിനേഷൻ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അത് ഏത് പ്രായം തൊട്ടുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാം? കർക്കിടക ചികിത്സ എന്നല്ല, ആയുർവേദ ചികിത്സയിൽ ഞാൻ പറയാം, 16 തൊട്ട് നമുക്ക് ഏത് പ്രായക്കാർക്കും കുഞ്ഞുങ്ങൾക്ക് പോലും റെജുവിനേഷൻ ചെയ്യാം. പക്ഷെ ഒരു നിശ്ചിതമായിട്ട് പഞ്ചകർമ്മ ചികിത്സയിലൂടെ പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കൊരു 38-40 വയസ്സാവും, അല്ലെങ്കിൽ ഒരു വയസ്സായ പ്രായമായ ഒരു കുട്ടിക്ക് നമുക്ക് അയാളുടെ ഹെൽത്തിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു അവർക്ക് ആരോഗ്യത്തെ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഒരു മെറ്റബോളിസം കറക്ഷൻ, അവിടെ മെറ്റബോളിസത്തിനാണ് അതുണ്ടാകുന്നത്, അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസുകളാണ് നമ്മളവിടെ ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഒരാൾ വന്നു, അയാളുടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടോ, അയാൾക്ക് ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും വേദനകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക. മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുക്കുക. തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ട്രെങ്തനിങ് പ്രോഗ്രാമിലേക്ക് പോകുന്നു. അവർക്ക് എന്തെങ്കിലും ജോയിന്റ് സ്ട്രെങ്തനിങ്, മസിൽ സ്ട്രെങ്തനിങ് ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസം സിംഗിൾ ഡേ പ്രോഗ്രാമുകൾ നമ്മൾ നൽകുന്നുണ്ട്. അതൊരു റെജുവിനേഷൻ, റിലാക്സേഷൻ പ്രോഗ്രാമാണ്. അതിലിപ്പോൾ രാവിലെ വരുവാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മസാജസോ അല്ലെങ്കിൽ ഈവനിങ് ശിരോധാരകൾ പോലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് അവർ 1 day ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അവർ നല്ലോണം ഒന്ന് ഉറങ്ങി നല്ല ഒരു ഫുഡ് ക്രമമൊക്കെ നല്ലോണം കൊടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഡേ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതശൈലി മുന്നോട്ട് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തി പോകാൻ പറ്റും എന്നുള്ള നിർദ്ദേശങ്ങളാണ് നമ്മളവിടെ ഗസ്റ്റുകൾക്ക് നൽകുന്നത്. ഈ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞില്ല എനിക്ക് ഇത്രയും നീരൊക്കെ ഉണ്ടായിരുന്നു, ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലേ മസാജ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണോ നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിന് ഇത്രയും നീരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ? ചില ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അവർക്ക് വേദനകളൊക്കെ നമുക്ക് ഇറങ്ങും. ചിലപ്പം നേരത്തെ തന്നെ അവർക്ക് ഉണ്ടായിരിക്കും, നേരത്തെ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ട്രീറ്റ്മെന്റുകളുടെ ആദ്യ ഭാഗങ്ങളിൽ മിക്ക ആയുർവേദ ട്രീറ്റ്മെന്റുകളിലും ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ വേദനകളൊക്കെ ഒന്ന് വർദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കും പിന്നെ ശമിക്കുന്നത്. പക്ഷെ ആ ഒരു ട്രീറ്റ്മെന്റ് എഫക്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്, ആ റിസൾട്ടിലേക്ക് വരുന്നുണ്ട്. അതിനാണ് പലപ്പോഴും നമ്മൾ പണ്ട് പഥ്യം എന്ന് പറയും. ആയുർവേദ മരുന്നുകൾക്കെല്ലാം പഥ്യം എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാല് ശരീരത്തിനാണ്. ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റുകൾക്ക് പഥ്യമുണ്ട്, എന്നാലും ആ ശരീരത്തിന്റെ അസുഖത്തിനാണ് പഥ്യം. ഇപ്പം ഡയബറ്റിക് എന്നുള്ള ഒരു അസുഖത്ത് അയാളോട് പറയുന്നു മധുരാഹാരം കഴിക്കരുത് എന്ന് പഥ്യം പറയും. എന്ന് പറയുന്നത് അയാളുടെ അസുഖം കാരണമല്ലേ? അതെ, അല്ലാതെ അത് മരുന്നിന് എല്ലാവരും വിചാരിക്കുന്നത് ഈ മരുന്നിനോട് പഥ്യം ഉണ്ടെന്നാണ്. പക്ഷെ മരുന്നിന് മാത്രമല്ല, ആ അസുഖത്തിനാണ് പ്രധാനമായിട്ടും പഥ്യം കൽപ്പിക്കുന്നത്. അതിനും നമ്മൾ പഥ്യത്തോടു കൂടി കഴിച്ചാൽ മാത്രമേ അതിന് റിസൾട്ടിലേക്ക് വരത്തുള്ളൂ. അതൊരു ആരോഗ്യ സംരക്ഷണമല്ല, ആഹാര സംരക്ഷണവും ആരോഗ്യ സംരക്ഷണം കൂടിയാണ്. ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പം എക്സാമ്പിൾ ചില ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞിട്ട് യാത്രകൾ ചെയ്യുന്നത് നമ്മൾ വിലക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരാഴ്ച കൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ യാത്രകൾ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അതൊരു കണ്ടീഷൻ അനുസരിച്ചാണ്. ഇപ്പം ലോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷനായിട്ട് വരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ഒന്ന് വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ പിന്നെ യാത്രകൾ തുടരാനായിട്ട് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. കാരണം ആ ഒരു സ്ട്രെങ്തനിങ് പ്രോഗ്രാം വർക്കുകൾ കഴിഞ്ഞു, ആ ഒരു സ്ട്രെങ്തനിലേക്ക് അവർ വരുന്ന സമയമാണത്, ആ കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് അവർ മറ്റുള്ള നോർമൽ റൊട്ടീനിലേക്ക് കടക്കാനായിട്ട് അല്ലെങ്കിൽ ദൂര യാത്രകളിലേക്ക് അവരെ സജസ്റ്റ് ചെയ്യണം. അതുവരെ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റാണ് നമ്മൾ പറയുന്നത്. ആ ശരീരത്തിന് ആവശ്യകതയുണ്ട്, ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അത് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കുറച്ച് റെസ്റ്റ് വേണ്ട ആവശ്യകത ശരീരത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പഥ്യമായിട്ടും ഒക്കെ യാത്രകളിലും
ആഹാര രീതിയിലും ഒക്കെ നമ്മൾ പഥ്യം പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ പിന്നെ 2 ദിവസത്തേക്ക് ഭയങ്കര വേദനയാന്നൊക്കെ പറയുന്നേക്കാം. അതെന്താണ് മസാജ് ചെയ്യുന്നതിന്റെ ഒരു? അങ്ങനെ എല്ലാവർക്കും വേദനകൾ ഉണ്ടാകില്ല. വേദനകൾ ചിലർക്ക് എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യ ചില സെന്ററുകൾ എന്ന് പറഞ്ഞാൽ അവർ ആരോഗ്യത്തെ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാതെ നമ്മൾ ചുമ്മാ ഒരു സ്പായിൽ പോയി മസാജുകൾ എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കോമൺ ആയിട്ട് എല്ലാ സ്പാകളിലും ഒക്കെ ഈ എല്ലാം കോമൺ ഓയിൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ആയുർവേദ സെന്റേഴ്സിൽ വരുവാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ അയാളുടെ പ്രകൃതിയും അവരുടെ ശരീരപ്രകൃതിയൊക്കെ നോക്കി ബലവും നോക്കിയിട്ട് അവസ്ഥകളും അവർക്ക് എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഓയിലും മറ്റുള്ള എടുത്ത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാൻ പറ്റും. ഇത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രധാന പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരു ലോജിക്കും ഇല്ലാത്ത പല സെന്ററുകളും നമ്മളിങ്ങനെ പോകാറുണ്ട്. സ്പാ പോലുള്ള സെന്ററുകളിൽ പോകുന്നത് നമുക്കത് എഫക്റ്റ് ഉണ്ടാക്കും. കാരണം അവിടെ കോമൺ ആയിട്ടുള്ളൊരു ഓയിലായിരിക്കും ഇവരെല്ലാം യൂസ് ചെയ്യുന്നത്. ഏത് ആൾ ചെന്നാലും അവർ കോമൺ ഓയിൽ ഇട്ടായിരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓരോ രോഗിക്കും ഓരോ അവസ്ഥയ്ക്കും അനുസരിച്ച് പലതരത്തിലുള്ള മരുന്നുകൾ ആയുർവേദത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചാൽ ആ അസുഖത്തിന് ശമനം ഉണ്ടാവും. ഇല്ല അത് മാറി വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടിലേക്കോ പ്രശ്നത്തിലേക്കോ ഒക്കെ പോകാനായിട്ടുള്ള കാരണം ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുക, ഇപ്പൊ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ. അപ്പൊ കൂടുതലും ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ പറയുന്നത് എഴുന്നേൽക്കുമ്പോൾ കാലിന് വേദനയുണ്ട്, ഇങ്ങനെ കുറെ നേരം ലാപ്പൊക്കെ നോക്കിയപ്പം നമുക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണോ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആ പറഞ്ഞ വ്യക്തി കൃത്യമായിട്ട് ദിനചര്യകൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. 1. 2, അവരുടെ ആഹാര രീതിയിലുണ്ടായ വ്യത്യാസം. ഒന്ന് വീട് വിട്ട് നിൽക്കുമായിരിക്കും, പ്രോപ്പറായിട്ട് ആഹാരങ്ങൾ കഴിക്കുന്നില്ല. അവർ എടുക്കുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും അവരുടെ ശരീരത്തിനെ എഫക്ട് ചെയ്ത് തുടങ്ങി. അത് അവർക്ക് തനിയോ ചിലപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അതിനൊരു സഹായം വേണം. ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, ഈ ആരോഗ്യരംഗം അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റുകളും ഓരോ ചികിത്സാ രീതികളും നമ്മളെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് പറ്റിയതുപോലെയാണ് ആയുർവേദത്തിൽ. ഞാൻ തുടക്കത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദത്തിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ നിഷ്ഠയായിട്ടുള്ള ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് നൽകിയിട്ട് നമ്മളിവിടെ സഞ്ജീവനത്തിൽ അവർ അഡ്മിറ്റ് ആവുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് മാത്രമല്ല കൊടുക്കുന്നത്. അവർക്ക് എങ്ങനെയൊക്കെ ആഹാരം കഴിക്കാം, മനസ്സിലാകാം. ആ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് എങ്ങനെയൊക്കെ യോഗ ചെയ്യാം, എന്തൊക്കെ യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ആണ് അവർക്ക് സ്യൂട്ടബിൾ ആവുന്നത്, അല്ലെങ്കിൽ യോഗാസനസ് ഏതൊക്കെ ആസനങ്ങൾ പറ്റുന്നുണ്ട്, അതുപോലെ എക്സസൈസ് തെറാപ്പികൾ. ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ട് തെറാപ്പികൾ ഉണ്ടാവും. അല്ലെങ്കിൽ ആ ശരീരത്തിന് ഇപ്പം വേദനയുള്ള അനുസരിച്ച് ആ ബോഡിക്ക് എങ്ങനെ എക്സസൈസ് തെറാപ്പി നമുക്ക് ട്രെയിൻ ചെയ്യാം എന്നത് വളരെ വലിയ കാര്യമാണ്. അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആ ഗസ്റ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ട് അവർ 7 ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം വീട്ടിലേക്ക് പോകുന്നു. അവർ ഇത് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുവാണ്. രാവിലെ ഇത്ര മണിക്ക് എണീക്കുന്നു, ഇത്ര മണിയാകുമ്പോഴത്തേക്ക് ഒരു യോഗ ചെയ്യുന്നു, ആക്ടിവിറ്റി ചെയ്യുന്നു. പിന്നെ അവരവരെ വർക്കിലോട്ട് കിടക്കുന്നു. അവർക്ക് കഴിക്കേണ്ടതായിട്ടുള്ള മരുന്നുകളും മറ്റുള്ള സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വരാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മണി നമ്മൾ ഒരു ഏജ് കഴിഞ്ഞിട്ടാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ വളരെ ആസ്വദിച്ച് ആയുർവേദം പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ നേരത്തെ തന്നെ തുടർന്ന് വളരെ ശരീരത്തിനെ സുരക്ഷിതമാക്കി നമ്മുടെ ആരോഗ്യത്തെ സുരക്ഷിതമാക്കി നമ്മൾ മുന്നിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ അവസാനമായിട്ട് ഈ ഒരു പേഴ്സൺ നമുക്ക് ഒരു പ്രായത്തിൽ നമുക്ക് വീട് വാങ്ങണം, കാറ് വാങ്ങണം എന്നൊക്കെ ആയിരിക്കുമല്ലോ. ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? എനിക്ക് ആരെയും സഹായിക്കാതെ ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതെ എനിക്കൊന്ന് ആഹാരം കഴിക്കണം, കിടന്നു പോകരുത്. ഇതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഇപ്പൊ എന്റെയും നിങ്ങളുടെ എല്ലാം ഒരു ഒബ്ജക്റ്റീവിലേക്ക് വരും. അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആരോഗ്യത്തിന് നിലനിർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇതിലേത് ചികിത്സ ആയിക്കോട്ടെ, ആയുർവേദം എന്നല്ല ഏത് ചികിത്സ ആയിക്കോട്ടെ, അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. ഒരു മനുഷ്യനെ ഹെൽത്തി ആയിട്ട് അവനെ അവസാനം വരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏത് ചികിത്സാ രംഗത്തിൻ്റെയും പ്രധാന ഉദ്ദേശം. അത് നമ്മൾ നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ഓരോ ഡോക്ടേഴ്സിന്റെ ഉത്തരവാദിത്വം. ഞാനിപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, അതായത് നമ്മളൊരു അസുഖം വരുമ്പം ആദ്യം നമ്മൾ ഒരു ഡോളോ അടിക്കും. പക്ഷെ ആദ്യം നമ്മൾ ആയുർവേദം ചിന്തിക്കില്ല. അപ്പം നമ്മളത് ചിന്തിക്കാത്തതിൻ്റെ കാരണം പലരും പറയുന്നത്
ആയുർവേദം കഴിച്ചാൽ കുറേ സമയം എടുത്താലേ മാറത്തുള്ളൂ, നമുക്ക് നല്ല ക്ഷമ വേണമെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാ, അതിനോട് എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? അത് നമ്മുടെ കണ്ടീഷൻ രോഗം അനുസരിച്ചാണ്. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വികാരം ഉണ്ടല്ലോ, അതുപോലെയാണ്. കാരണം വെച്ചാൽ നമുക്കെല്ലാം പേടിയാണ് പ്രധാനമായിട്ടും. ഒരു പ്രധാന അസുഖം പേടി തന്നെയാണ്. നമ്മൾ ഭയക്കുന്നത് കൊണ്ടാണ് ഇതിനെയൊക്കെ എങ്ങനെ ചികിത്സിക്കണം, എന്തായി തീരും, നമ്മുടെ ആവശ്യകത അനുസരിച്ച്. ഇപ്പം നാളെ പനിയാണ്, നാളെ എനിക്ക് ആ യാത്രയ്ക്ക് പോകാൻ പറ്റില്ല, അപ്പം ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് നമ്മൾ അലോപ്പതി മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്കൊരു വിശ്വാസം അതിനകത്ത് വന്നു കാണത്തില്ല ആയുർവേദത്തിൽ. പക്ഷെ ആയുർവേദത്തിൽ തുടർച്ചയായിട്ട് മരുന്നുകൾ കഴിക്കുകയും ആയുർവേദത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയും പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആയുർവേദം തന്നെ എടുക്കാറുള്ളൂ. കാരണം ആയുർവേദം കൊണ്ട് റിസൾട്ട് ഉണ്ടാവും. അത് പക്ഷെ നമുക്ക് ആ വിശ്വാസത്തിലേക്ക് വരാത്തത് കൊണ്ടാണ്. കാരണം നമ്മളെല്ലാം ശീലിച്ചു പോയ ഒരു രീതിയാണ്. നമുക്ക് അസുഖം വന്ന ഉടനെ പാരസെറ്റമോളോ ഡോളോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് സബ്സൈഡ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ അതിന് നമ്മൾ നേരത്തെ ഒന്ന് ആലോചിച്ചെങ്കിൽ പണ്ട് പുരാതന ആൾക്കാർ എങ്ങനെ ചെയ്തേ? ഈ ചുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, കഷായം കാപ്പി ഉണ്ടാക്കി കുടിക്കുക, ആടലോടവും ചുക്കും കുരുമുളകും ഒക്കെ ഇട്ട് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും തരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറവാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മുടെ വീട്ടിലൊരു പനിയുടെ ലക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചുക്ക് കാപ്പി തിളപ്പിച്ച് തരും. അതൊന്ന് കുടിച്ച് 2 ദിവസം ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് പനി മാറും. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് മാറിയതാണ്. എന്നാൽ ഇപ്പോഴും പലരും അത് ഫോളോ ചെയ്യുന്നവരുണ്ട്. കൃത്യമായ ആവി പിടിക്കുന്നില്ല, ഒന്ന് ചുക്ക് കാപ്പി എടുക്കുക, ഇതൊക്കെ ചെയ്ത് ജീവിച്ചു പോയിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. നമ്മളത് വിട്ടുപോയതാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ ആ തലമുറയെ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷമം. ഈ ഡോളോയും മറ്റുള്ള കാര്യങ്ങളും വരുന്നതിന് മുന്നേ ഇങ്ങനെയായിരുന്നു നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ ഒരു രോഗാവസ്ഥയെ ട്രീറ്റ് ചെയ്തിരുന്നത്. അത് നമ്മൾ മറന്നു പോകുന്നതാണ്. ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ ചികിത്സയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഈ പല സ്കിൻ ടൈപ്പ് ഒക്കെ പലതായിരിക്കില്ലേ? ഇപ്പൊ ഓയിലി ഉണ്ടാവും, ഡ്രൈ ഉണ്ടാവും. അപ്പൊ ഈ ഓയിലി സ്കിന്നുകാർക്ക് നമ്മൾ ഇത്ര ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് ബുദ്ധിമുട്ടാകില്ലേ? ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പ്രകൃതമുണ്ട്, വാതപിത്ത കഫ പ്രകൃതി എന്നുണ്ട്. ആ പ്രകൃതത്തിനനുസരിച്ചുള്ള ആയുർവേദ ഓയിൽസുകൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ഓരോ ബുക്കുകളിൽ അതിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഓയിലുകളും ട്രീറ്റ്മെന്റുകളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ ഫലവത്താകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും മോശം ഉണ്ടാക്കില്ല. അല്ല, നമ്മളിപ്പോൾ പറയുന്നത് ഓയിലി സ്കിൻ, ഇപ്പം പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഭയങ്കര ഓയിലി സ്കിന്നാണ്, ഞാനത് ഓയിൽ തേച്ചാൽ എൻ്റെ വീണ്ടും ഓയിൽ ആവില്ല എന്നുള്ളത്. അത് തെറ്റായ ധാരണയാണ്. കാരണം അതിനനുസരിച്ചുള്ള ഓയിലുകളുണ്ട്, അതനുസരിച്ച് നമ്മുടെ ദേഹത്ത് വരട്ടാൻ പറ്റുന്ന ഓയിലുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് നമ്മളെ കുറച്ചും കൂടെ ശരീരത്തെ മനസ്സിനെ എൻഹാൻസ് ചെയ്യത്തേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടതാ. അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് തന്നെ അച്ഛനൊക്കെ നിർബന്ധമുള്ളൊരു കാര്യമാണ് ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. ഇപ്പം എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്താണ് ഈ എണ്ണ തേച്ച് കുളിയുടെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാ? എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എണ്ണ തേച്ച് കുളിക്കണമെന്നുണ്ട് ഇപ്പം മോയ്സ്ചറിങ് ക്രീം നമ്മളെല്ലാവരും പറ്റില്ലേ? മോയ്സ്ചറിങ് ക്രീം പറ്റിക്കൊണ്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇതൊരു മോയ്സ്ചറിങ്ങിന്റെ ഭാഗമായിട്ടാണ് എണ്ണ തേച്ച് കുളിക്കുക. കോൺസെപ്റ്റ് കറക്റ്റ് സെയിം ആണ്, പക്ഷെ അത് വേറൊരു മോഡിലേക്ക് വന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളെല്ലാവരും മോയ്സ്ചറിങ് ക്രീമുകളും മറ്റുള്ള തേച്ചിട്ടാണ് ദിവസം ഇറങ്ങുന്നത്. ഓയിലേഷൻ പണ്ടത്തെ നാച്ചുറൽ മെത്തേഡ് ഓഫ് മോയ്സ്ചറിങ് മെത്തേഡാണ്. അത് നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ ഓയിൽ പറഞ്ഞിട്ടുണ്ട്. അത് തേച്ച് ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ആ മാതിരി നറിഷ്ഡ് ആയിട്ട് ഇരിക്കും, റെജുവിനേറ്റഡ് ആയിരിക്കും. ഓയിൽ ആ ഒരു മോയ്സ്ചറിങ് നമ്മുടെ ശരീരത്ത് കുറച്ചുകൂടെ നമ്മളെ റെജുവിനേറ്റ് ആക്കപ്പെടും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് വെറും സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പലതും മറന്നു പോകുന്നു. നമ്മൾ തുടർന്ന് വന്നിരുന്ന പല കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ കാപ്പി കുടിക്കുന്ന കാര്യം പറഞ്ഞ പോലെ, നമ്മൾ പലതും മറന്നു പോകുന്നതാണ്. നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പൊടിയും മഴക്കും അതിനകത്ത് തങ്ങി നമുക്ക് എടുത്ത് കളയാൻ പറ്റും. കുളിക്കുമ്പോൾ അത് പോകും. അത് ഓയിലേഷൻ ചെയ്യുമ്പോൾ, നമ്മുടെ ബോഡിയിൽ ഓയിലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും ഓയിലേറ്റ് ചെയ്യില്ലേ? ഒന്നും ആലോചിച്ചോക്കെ, നമ്മുടെ നടുവിന് തേക്കണം. അതൊരു എക്സസൈസ് അല്ലേ? നമ്മൾ കുനിഞ്ഞു, കാല് തിരുമുന്നു, പുറത്ത് എണ്ണ തേക്കുന്നു, കയ്യിൽ സർക്കുലേഷൻ കൊണ്ടുവരുന്നു. ഇത് സർക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സ്റ്റിഫ്നെസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ഓയിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നമ്മൾ തനിയെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പുറമേക്ക് എണ്ണ തേക്കണമെങ്കിൽ നമ്മൾ കയ്യെത്തി തേക്കണം. അത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് നമ്മുടെ മൊബിലിറ്റി എത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ആണ്. സോ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മുടെ സർക്കുലേഷനെ കറക്റ്റ് ചെയ്യും, നമ്മളെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യപ്പെടും, നമ്മളൊന്ന് റിലാക്സ് ചെയ്യപ്പെടും. നമുക്ക് സുഖമായിട്ട് നമ്മുടെ ദോഷങ്ങളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കാൻ ആ ചെറിയൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പണ്ട് പുരാതന കാലം തൊട്ട് ഈ എണ്ണ തേച്ച് കുളിയും മറ്റുള്ള കാര്യങ്ങളും. പണ്ട് കാലങ്ങളിൽ അതുപോലെ തന്നെ മാസത്തിൽ ഒരു വട്ടം വയറിളക്കുന്ന കാര്യത്തിനെ കുറിച്ച് പണ്ട് പറയായിരുന്നു.
മാസത്തിൽ ഒരു വട്ടം പല മരുന്നുകളും കൊടുത്തിട്ട് ആവണക്കെണ്ണ പോലുള്ള മരുന്നുകൾ കൊടുത്തിട്ട് ഒരു വട്ടം വയറിളക്കുകയും പണ്ട് കുട്ടികളെയൊക്കെ ചെയ്യിപ്പിക്കുകയായിരുന്നു. അത് നമ്മുടെ ഇന്റേണൽ ശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്, ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ള ദോഷങ്ങളൊക്കെ പോയി നമ്മൾ ഡീടോക്സിഫൈ ചെയ്ത് ബോഡീനെ സ്ട്രെങ്തൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് ആരും ചെയ്യുന്നില്ല, പലരും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിലേക്ക് വരുന്ന ഗസ്റ്റുകൾ നമ്മളത് കൃത്യമായിട്ട് അത് ചാനൽ ചെയ്ത് ഒരു കറക്റ്റായിട്ട് ഒരു ദിനചര്യയുടെ ഭാഗമായിട്ടും ഒരു മാസത്തിൽ ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് പ്രോഗ്രാം അവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അത് എന്ത് ടൈപ്പ് എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ സ്കിൻ അടിസ്ഥാനത്തിലൊന്ന് പറയാവോ? ഇന്ത്യയിൽ കൊടുക്കുന്നോ അതോ? അല്ല, നമ്മൾ എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു വാദ കണ്ടീഷനുള്ള ഒരു രോഗി അല്ലെങ്കിൽ വാദപ്രകൃതിയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹജരാതി പോലുള്ള തൈലങ്ങൾ, അത് ഓരോ ദോഷപ്രകൃതിക്ക് അനുസരിച്ചും പലർക്കും മാറ്റങ്ങൾ വരാം. എന്നാലും നമുക്ക് സഹജരായ തൈലം, അത് കണ്ടീഷൻ അനുസരിച്ച് ധന്വന്തരം തൈലം, ഓരോ പ്രകൃതി അനുസരിച്ച് ഓരോ തൈലങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് റിസൾട്ടിലേക്ക് വരും. സഹജരാതി തൈലത്തിന്റെ ആ ശ്ലോകത്തിനകത്ത് തന്നെ പറയുന്നുണ്ട് അത് വാദശമനത്തിന് വേണ്ടിയിട്ടുള്ള ഓയിലാണെന്ന്. അതുപോലെ തന്നെ പല ഓയിലും ഓരോത്തിനും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ശരീരപ്രകൃതി ഒരിക്കലും ആ ഒരു പ്രകൃതത്തിൽ മാത്രം നിൽക്കണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ഒരു വാദപ്രകൃതിയുള്ള ഒരാൾക്ക് പിത്ത വർധനം ഉണ്ടാകും, അല്ലെങ്കിൽ കഫ വർധനം ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ദോഷങ്ങൾ അഗ്രവേഷൻ അവരുടെ ബോഡിയിൽ ഉണ്ടാകും. അതും കൂടെ കണക്കിലാക്കിയിട്ട് വേണം നമ്മൾ ഓയിൽ എടുക്കേണ്ടത്. അല്ലാതെ പ്രകൃതം മാത്രം നോക്കിയിട്ടല്ല, ആ ദോഷമായിട്ടിരിക്കുന്ന ഏത് ദോഷത്തിനാണോ അതിനനുസരിച്ചുള്ള ഓയിലും കൂടെ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ വിചാരിച്ചു എണ്ണ തേച്ച് കുളി തരാം, നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയൊക്കെ തേക്കാം. അത് നമുക്കൊരു കണ്ടീഷനും അങ്ങനെ തോന്നില്ല. നമുക്കൊരു പ്രത്യേകിച്ച് എന്താണ് അസുഖമെന്ന് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, പ്രകൃതം ഒന്നും അറിയാത്ത നമുക്ക് നല്ല എണ്ണ തേച്ച് കുളിക്കാം. വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നതിനകത്തൊക്കെ നല്ല ഒരു ശരീരത്തിന് ഒരു ഉണർവൊക്കെ കിട്ടാൻ നല്ലതാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. സ്ഥിരമായിട്ട് ആരുപയോഗിച്ചാലും നമുക്ക് റെജുവിനേറ്റഡ് ആവും, സ്കിന്നൊക്കെ റെജുവിനേറ്റഡ് ആവുന്നത് നല്ലത് തന്നെയാണ്. ഡോക്ടർ, ഇതൊന്നും അല്ലാതെ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ വിരുദ്ധാഹാരം, അതായത് മുട്ടയുടെ കൂടെ തൈര് കഴിക്കരുത്, ചിക്കൻ്റെ കൂടെ തൈര് കഴിക്കരുത്. പക്ഷെ നമുക്ക് ബിരിയാണി കിട്ടുമ്പോൾ അതിൽ ചിക്കൻ്റെ കൂടെ സൈഡിൽ മറ്റേ സാലഡിനകത്ത് തൈരുണ്ടാവും. പിന്നെ മീനും തൈരും, മീൻകറിയും തൈരും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ ഇതിലെന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെ ഒരു വിരുദ്ധാഹാരങ്ങളുടെ ഒരു കൂട്ടമുണ്ട്. അത് തൈരും മീനും എന്നുള്ള, അതുപോലെ തണുത്ത ആഹാരങ്ങളുടെ കൂടെ ചൂടാഹാരങ്ങൾ. പലപ്പോഴും നമ്മളിപ്പോൾ തന്നെ ബേക്കറിയിലൊക്കെ പോയി ഹോട്ട് കേക്കിൻ്റെ കൂടെ ഒക്കെ ഐസ്ക്രീം കഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. സോ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ, വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ ചേർക്കപ്പെടുമ്പോൾ അവിടെ വിഷം അവിടെ രൂപപ്പെടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം തേനും നെയ്യും ഒരു കൃത്യമായ അളവിൽ അത് വിഷമായിട്ട് തന്നെ അത് വർത്തിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള ചില കോമ്പിനേഷൻസ് നമ്മുടെ ശരീരത്തിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക. കാരണം ചില ഗസ്റ്റുകളോട് നമ്മൾ ചോദിക്കുമ്പം പറയാം, ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ, പല ഗസ്റ്റുകളോട് നമ്മൾ ഹിസ്റ്ററി എടുക്കുമല്ലോ. ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ കഴിക്കുന്ന ആഹാര രീതിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം എക്സാമ്പിൾ ഒരു അമിതമായ സ്പൈസി ഫുഡ് കഴിക്കുന്ന, അല്ലെങ്കിൽ തൈരും മീനും ചോറും ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഏനൽ ബുദ്ധിമുട്ടുകളായിട്ട്, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുന്നത് കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കൽ ഹിസ്റ്ററിയിൽ കാണുന്നതാണ്. ആ രോഗങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഇത് എന്ന് ആയുർവേദത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിരുദ്ധ ആഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ നിർദ്ദേശിക്കപ്പെടുന്നത്. ഈ തൈരില്ലേ, നമ്മൾ ഗട്ട് ശരിയാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കും. ശരിക്കും തൈര് എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൈര് നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ശരീരപ്രകൃതി അനുസരിച്ച് മോരിനോടാണ് ഞാൻ കുറച്ചും കൂടെ പ്രാധാന്യം നൽകുന്നത്. നമ്മളിപ്പം പച്ചമോര് അല്ലെങ്കിൽ കാച്ചിയ മോര് എന്നാണ് നമുക്ക് പറയുന്നത്. കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ചൂടത്തു നിന്ന് പുറത്തുനിന്ന് ഒരു വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് നമ്മൾ തൈര് കൊടുക്കാറില്ല. നമ്മൾ കൊടുക്കുന്ന സംഭാരം, മോര് എന്നുള്ള കാര്യങ്ങളെ കൊടുക്കുന്നത്. കാരണം അയാൾക്കൊന്ന് ശരീരം ഒന്ന് തണുക്കാനും ആ ഒരു ക്ഷീണം ഒന്ന് മാറാനും ഒക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നൊരു കാര്യം മോരോ അല്ലെങ്കിൽ കാച്ചിയ മോരും ഒക്കെ സംഭാരം എന്നുള്ള പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ പക്ഷെ ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് തൈര് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് കൃത്യമായ അളവിൽ കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ്. പക്ഷെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുണ്ട്, സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് അധികമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയാൻ, നമ്മൾ വയറിളകുന്ന ഒരു പേഴ്സൺ, നമ്മൾ എന്തായിരിക്കും കഴിക്കാൻ പറയാം? നോർമലി പറയുന്നത്
കേർഡ് റൈസ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ വയറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേർഡ് റൈസ്. അപ്പം നോർമൽ ഡൈജഷനിൽ നമുക്ക് ഒരുപാട് കേർഡ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു ഇറിറ്റബിൾ അല്ലെങ്കിൽ ബൗൽ ഇഷ്യൂസ് ഉള്ള സമയങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ടീവായിട്ട് നിൽക്കും, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. സോ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് വേണം ഓരോരുത്തരുടെ രോഗിയുടെ അവസ്ഥ. ഇപ്പം പ്രമേഹമുള്ള ഒരാൾ നമുക്ക് അമിതമായിട്ട് ചിലപ്പം അയാൾക്ക് നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾ തൈര് ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല, അമിതമായി തൈര് കഴിക്കാനെന്ന് പറയുന്നത്. ഒരു മിതമായ ലെവലിൽ മാത്രമേ അവർ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് കഴിക്കുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നില്ല. അത് രാത്രിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കറിയാം, ചിലർ പറയുന്നില്ലേ, എനിക്ക് രാത്രി തൈര് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളത്തേക്ക് പനി പിടിക്കുന്നു, ജലദോഷം ഉണ്ടാകും, അലർജി കണ്ടീഷൻസ് ഉണ്ടാകും. അയാളുടെ ശരീരത്തിന് ആ ഇമ്മ്യൂണിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ആഹാര രീതി മാറുന്നു. നമ്മളിപ്പോൾ തന്നെ അറിയാം, നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിന് എല്ലാ ആഹാരങ്ങളും സ്യൂട്ടബിൾ അല്ല എന്ന്. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള അലർജിക് ടെസ്റ്റുകളൊക്കെ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് സ്യൂട്ടബിൾ അല്ലാത്ത ചില ആഹാരങ്ങളുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് അതിനെ നമ്മുടെ ആഹാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ ആയുർവേദത്തിൽ ചില കാര്യങ്ങൾ പറയും, നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രതിരോധ ശേഷി, നമ്മുടെ ഗട്ടിനെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഹാരങ്ങളും കഴിക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷെ മാക്സിമം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ ഒഴിവാക്കുക. അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഡോക്ടർ, അപ്പോൾ ഇവിടുത്തെ കർക്കിടക ചികിത്സയെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടുത്തെ നമ്മുടെ കർക്കിടകത്തിൽ പല പാക്കേജുകളായിട്ട് കൊടുക്കുന്നുണ്ട്. പാക്കേജ് സിസ്റ്റം ഉണ്ട്. അതെന്ന് പറയുന്നത് 5 days, 7 days, 9 days, 14 days എന്നുള്ള പാക്കേജുകൾ കൊടുക്കുന്നുണ്ട്. അത് നോർമൽ ഒരു വെൽനസ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. എന്നാൽ ഒരു രോഗി, ഒരു ഗസ്റ്റിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഡയബറ്റിക് ഉണ്ട്, അയാൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മുട്ടുവേദന ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അങ്ങനെ ഒരാൾക്ക് നമുക്ക് ആ ഒരു രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു പ്ലാൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നോർമൽ ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുത്തിട്ട് കാര്യമില്ല. അവരെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, അസുഖങ്ങളെ അഡ്രസ്സ് ചെയ്ത് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ട്രീറ്റ്മെന്റുകൾ ഒരു സൈഡിൽ നമ്മൾ നടക്കുന്നത് പോലെ തന്നെ ഇവരുടെ ദിനചര്യകളിലും കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെ കറക്ഷൻ വരുത്താമോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആഹാര രീതി. എന്തൊക്കെ ആഹാരം ഇവർക്ക് കഴിക്കാൻ പറ്റും. ഇപ്പം ഡയബറ്റിക് ഉള്ളൊരു പേഴ്സണ് അയാൾ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ആ ശരീരത്തിന് പറ്റാത്ത രീതിയിൽ. അതുപോലെ ആഹാരം നേരത്തെ കഴിക്കുന്നത്, ആഹാര സമയത്തിലുള്ള വ്യത്യാസം. കിടക്കുന്ന ഒരു 9-10 മണിക്കും 11 മണിക്കും ഒക്കെ ആയിരിക്കും ഒരു ആഹാരം കഴിക്കുന്നത്. അതിനെ കുറച്ചൊരു 7 മണിയിലേക്ക് കൊണ്ടുവരിക. രാവിലെ കുറച്ച് 5:30-6 മണിയാകുമ്പോഴത്തേക്ക് എണീക്കുക. ആ ഒരു സമയക്രമം കൃത്യമാക്കുക. അതുപോലെ തന്നെ വ്യായാമങ്ങൾ. ശരീരത്തിൽ ഇപ്പം മുട്ടുവേദന ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മുട്ടുവേദന ഉള്ള ഒരാൾക്ക് ത്രെഡ്മില്ലിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം മുട്ടുവേദന കൂടും. പക്ഷെ അയാൾക്ക് നിരപ്പായ സ്ഥലങ്ങളിൽ അയാൾക്ക് കുറച്ചുകൂടെ നടക്കാൻ പറ്റും. അപ്പം അവർക്ക് അറിയില്ല ഇതൊന്നും, നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ പ്രോപ്പറായിട്ട് നല്ല രീതിയിലൊരു ഇൻസ്ട്രക്ഷനിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നുകളെ കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ മരുന്ന് കഴിക്കണമെന്നല്ലല്ലോ പറയുന്നത്. അവരുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം അവർക്ക്. അങ്ങനെ കൊടുത്തവരെ നമ്മളൊരു നല്ല ലൈഫിലോട്ട് വിടുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഡോക്ടർ.